സോ ഗുഡ് മോർണിംഗ്. നമ്മൾ ഫസ്റ്റ് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബാഗ ബീച്ചിലോട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റി. കാര്യം നമുക്ക് ഹോട്ടലിൽ ചെക്ക് ചെയ്യേണ്ട ടൈം 10 o'clock ആയിരുന്നു. അപ്പോൾ ക്ലൈമറ്റ് പക്ഷേ വളരെ മോശമായിരുന്നതുകൊണ്ട് നമ്മൾക്ക് മഴയൊക്കെ പെയ്യുന്നറിഞ്ഞ് റിട്ടേൺ അടിക്കേണ്ടി വന്നു. ഇനി നമ്മളുടെ വിസിറ്റ് അടുത്തത് അഗോഡ ഫോർട്ടിലോട്ടായിരുന്നു. അഗോഡ ഫോർട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുമ്പോൾ എനിക്ക് പേഴ്സണലി ഒരു രാഷ്ട്രപതി ഭവൻ്റെയൊക്കെ ഒരു മോഡൽ പോലെയൊക്കെ തോന്നി. എന്നാണ് എനിക്കറിയില്ല. ബട്ട് നൈസായിട്ടുള്ള സ്ഥലമായിരുന്നു. ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇങ്ങനെ എന്താ പറയുക, ഗ്രീനറീസും അതേപോലെ ഒരുപാട് അതിൻ്റെ പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലം എന്നൊക്കെ പറയാം. ഫോർട്ടിലോട്ടുള്ള വഴി കണ്ടുകൊണ്ടിരിക്കണേ. നമ്മൾ ഇത് ഫോർട്ടിൻ്റെ മുകളിലോട്ട് നമ്മളെല്ലാവരും കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അവിടുത്തെ ഒരു സ്ഥലങ്ങളാണ് കേട്ടോ. എല്ലാ സ്ഥലവും നമുക്ക് ഫോട്ടോ അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. പിന്നെ എൻട്രി പാസ് ഉണ്ട്. ആ എൻട്രി പാസ് നമ്മളിവിടെ കൊടുത്തിട്ട് വേണം അതിൻ്റെ അകത്തോട്ട് നമ്മൾ കയറാനായിട്ട്. നമ്മൾ ഒരുപാട് പേരുണ്ടായിരുന്നു, ഫ്രണ്ട്സും ടീച്ചേഴ്സും, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പം നല്ല ചില്ലി ആയിട്ടായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അവിടെയൊക്കെ ഒരുപാട് ഈ ഒരു സൈഡിലൊക്കെ തന്നെ കുറേ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. കാര്യം റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഈ ഫോർട്ടിൽ. ഇതൊക്കെ ഒരു സ്റ്റെയറാണ്, നല്ല ഭംഗിയുള്ള സ്റ്റെയറാണ്. പിന്നെ അതേപോലെ നല്ല റഷ് ഉണ്ടായിരുന്നു. കാര്യം ഗോവ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ടൂറിസ്റ്റും കാര്യങ്ങളും ഒക്കെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നല്ല റഷ് ഉണ്ടായിരുന്നു. എങ്ങനെയോ ഞങ്ങൾ അവസാനം മുകളിൽ എത്തിയിട്ടുണ്ട്. ഈ മുകളിൽ കാണുന്ന എല്ലാ ഫോർട്ടിന് താഴെയുള്ള വ്യൂ ആണ്. ആ സൈഡിലെല്ലാം കടലാണ്. എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കാം. ഇത് പണ്ട് ഏതോ ഒരു മൂവിയുടെ, ഷാരൂഖ് ഖാൻ മൂവിയുടെ പാട്ടിൻ്റെ ഷൂട്ടിംഗ് നടന്ന ഒരു ലൊക്കേഷനാണ്. പണ്ടിങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇപ്പം കുറച്ചും കൂടെയൊക്കെ മതിലൊക്കെ കിട്ടിയൊരു സെറ്റാക്കിയിട്ടുണ്ട് ആ സ്ഥലം. ഇത് അതേപോലെ തന്നെ അഗോഡയുടെ മറ്റൊരു സ്ഥലത്ത്, അഗോഡയുടെ തന്നെ അപ്പുറത്തെ റീജിയനിൽ നമ്മൾ നേരിട്ട സീഡ് ആ ഒരു ഭാഗത്തോട്ട് പോകുന്ന ഒരു കുഞ്ഞു വഴിയാണ്. പിന്നെ ഇവിടെ കുറേ ഫുഡിങ് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞു ഷോപ്സൊക്കെ ഉണ്ട്. ഒരുപാട് വലിയ വലിയ ഷോപ്പുകളും പർച്ചേസിങ് സെക്ഷൻസ് അല്ലെങ്കിൽ പർച്ചേസിങ് ഷോപ്സ് ഇല്ല. പിന്നെ ഇതിന് ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ്. കാര്യം ആ ഓഡിയോ അത്ര ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ. ഇത് നമ്മളുടെ നെക്സ്റ്റ് സ്ഥലമായിട്ടുള്ള ചൊപ്ര ഫോർട്ടിലോട്ടുള്ള ആ ഒരു ഇതിലാണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഫോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 110 പടികളുള്ള ഫോർട്ടാണ്. ആ ഫോർട്ടിലോട്ട് പോകണമെങ്കിൽ ഇതിപ്പോൾ 110 പടി. ഇത് കാണുന്നതെല്ലാം 110 പടിയാണ്. എനിക്ക് അങ്ങോട്ട് പോയപ്പോൾ ഉള്ള വിഷ്വൽസോ മുകളിലോട്ടുള്ളതോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത് താഴോട്ട് വന്നപ്പോഴത്തെ വിഷ്വൽസാണ്. 110 കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു ടാസ്ക്കായിട്ട് തോന്നുന്നതിൽ വലിയ കുഴപ്പമില്ല കേട്ടോ. എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്തൊക്കെ വരുവാണെങ്കിൽ നൈസാണ്. ഒരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളവർ മാക്സിമം കയറാണ്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ഇതായി കുഞ്ഞു വരെ എണ്ണി പൊയ്ക്കൊണ്ടിരിക്കുക. പിന്നെ ഇതും അതിൻ്റെ ഒരു കയറുമ്പോൾ കോർണറിൽ നിന്ന് നമുക്ക് പിക്സൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടായിട്ട് എനിക്ക് തോന്നി. അതാണ് എൻ്റെ ഒരു താഴത്തെ വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു ഫോർട്ടിലേക്കുള്ള ആ ഒരു സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിൻ്റ് അവിടെയാണ്. ആ കാണുന്നതെല്ലാം കുറേ ഷോപ്സാണ്, കുഞ്ഞു ഷോപ്സാണ്. അപ്പം ഏകദേശം എന്ന് വെച്ചാൽ കാലുവേദന അല്ലെങ്കിൽ ഇത്രയും പടി കയറാൻ പറ്റാത്തവർക്ക് ബെറ്റർ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് താഴെ തന്നെ സ്റ്റേ ചെയ്യാനായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കയറുമ്പോൾ മാക്സിമം ഒരു കുപ്പി വെള്ളമൊക്കെ കയ്യിൽ വെക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഇവിടെ വെള്ളം അത്യാവശ്യം എക്സ്പെൻസീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മളെ നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം എക്സ്പെൻസീവാണ്. കാര്യം നമ്മളെ നാട്ടിലൊരു 10 രൂപയ്ക്ക് അല്ലെങ്കിൽ 15 രൂപയ്ക്ക് കിട്ടുന്ന വെള്ളം ഇവിടെ 30 രൂപയ്ക്ക് ഒരു ബോട്ടിൽ വാങ്ങിക്കണം. പക്ഷെ വേറെ ചോയ്സ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വാങ്ങിച്ചിട്ടേ കയറത്തുള്ളൂ. സോ വരുമ്പോൾ തന്നെ ഒരു കുപ്പി വെള്ളമൊക്കെ വെച്ചിട്ട് ഈ ഫോട്ടോയിലോട്ട് കയറുന്നതായിരിക്കും നല്ലൊരു ബാക്ക് പാക്കിലോ എന്തെങ്കിലും കയ്യിലൊക്കെ പിടിച്ചിട്ട് കയറുന്നതായിരിക്കും ബെറ്റർ. കാണുന്ന എല്ലാ കടകളാട്ടോ. ഈ സൈഡിൽ ഫുള്ള് കുഞ്ഞു കടകൾ, കൊട പിടിച്ചിരിക്കുന്ന നല്ല കുഞ്ഞു കച്ചവടക്കാരാണ്. എല്ലാം ബോട്ടിൽ വെള്ളവും അല്ലെങ്കിൽ അങ്ങനത്തെ കുഞ്ഞു സ്നാക്ക് ഐറ്റംസ്, ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രം കിട്ടുന്ന കടകളാണ് ഈ കാണുന്നതെല്ലാം. ഈ വഴി കൂടാണ് നമ്മൾ ആ ഫോർട്ടിലോട്ട് വന്നത് തന്നെ. അടുത്തത് നമുക്ക് ആ ഒരു
നമ്മളുടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരുപാട് ദൂരം കൊണ്ടായിരുന്നു നമ്മൾ പാർക്ക് ചെയ്തത്. ആ കാണുന്നത് ഒരു ഷെൽ ഐറ്റംസും ക്യാപ്പും അതേപോലെ സൺഗ്ലാസ്സൊക്കെ കിട്ടുന്നൊരു കൊച്ചു കട. അങ്ങോട്ട് ഒരുപാട് കടകൾ എത്തിയിട്ട് സെയിമുണ്ട്. അങ്ങോട്ടുള്ള വഴിയിലെന്ന് വെച്ചാൽ ഇനിയുള്ള വഴിയിലല്ല ഇങ്ങനത്തെ ഷോപ്പുകളാണ്. അതിൽ ഒരു ഷോപ്പാണിത് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നി, അല്ലെങ്കിൽ ഡ്രീം ക്യാച്ചേഴ്സൊക്കെ അതേപോലെ കുറേ പോസിറ്റീവ് എനർജി സാധനങ്ങളൊക്കെ ഉള്ള ഷോപ്പായിരുന്നു. നെക്സ്റ്റ് ഇത് നമ്മളുടെ ഓൾഡ് ഗോവ സ്ട്രീറ്റ്. ഇവിടെ ഒരു കുഞ്ഞ് പാർക്കൊക്കെ ഉണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. നെക്സ്റ്റ് ഈ ഒരു പാർക്കിലും നല്ല ഫോട്ടോസ് എടുക്കാം, കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം, റിലാക്സ് ചെയ്യാം, നല്ല കാറ്റൊക്കെ ഉണ്ട്. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഇതാണ്. പിന്നെ ഇതൊരു ദീദിയുടെ ഷോപ്പാണ്. ഈ ഷോപ്പ് ഞാൻ എടുക്കാൻ റീസൺ ഇത് നമ്മളുടെ ഓൾഡ് ഗോവ ചർച്ചിൻ്റെ അവിടെ വരുന്ന, അല്ലെങ്കിൽ നമ്മൾ സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ ചർച്ചിൻ്റെ അവിടെ വരുന്ന ഒരു ഷോപ്പാണ്. ഇവിടെ ഭയങ്കര അഫോർഡബിളായിട്ടാണ് തോന്നിയത്. ബാക്കി സ്ഥലങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് പ്രൈസ് ഡിഫറൻസ് ഉള്ളൊരു ഷോപ്പായിട്ടാണ് തോന്നിയത്. ആ ദീദി ഓൾസോ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു, നമ്മളുമായിട്ട് നല്ല സംസാരിച്ചു, കൂട്ടായി. അങ്ങനെയുള്ളൊരു ഷോപ്പാണ്. അപ്പോൾ വരുന്നവർക്ക് ഞാൻ മെയിനായിട്ട് സജസ്റ്റ് ചെയ്യുന്നൊരു ഷോപ്പായിരിക്കും ഈ കാണുന്നത്. ആൻഡ് ഇത് നമ്മളുടെ ഓൾഡ് ഗോവ ചർച്ച്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ ചർച്ചിലേക്കുള്ള ഒരു എൻട്രൻസ് വേ ആണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ചർച്ചിൻ്റെ അകത്ത് നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് അനുവാദമില്ല. കാര്യം ഇത് നമ്മളുടെ വിശുദ്ധനായ സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ ആ ഒരു മൃതശരീരം ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്ന ചർച്ചായതുകൊണ്ട് അകത്തെ വിഷ്വൽസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ പുറത്തുള്ള കുറച്ച് നമ്മൾ എൻട്രൻസിലൂടെ അല്ലെങ്കിൽ പോകുന്ന വഴി അധികം മീൻസ് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെയാണ് ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് നമ്മൾ തിരിച്ചിറക്കിയപ്പെടുത്തിയാണ് ഇവിടെ കാണുന്നിടത്ത് നമുക്ക് പുറത്ത് നിന്ന് ബാലയും മെഴുകുതിരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇടാൻ പറ്റിയൊരു സ്ഥലമാണ്. അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആൻഡ് ആ ഒരു ചോദിച്ചു തന്നെയാണ് അവസാനം നമ്മളുടെ ഒരു ജേർണി നമ്മൾ എൻഡ് ചെയ്ത് ഈ ഒരു സ്ഥലത്താണ്, കോൾവോ ബീച്ചിൽ. ഇവിടെ നമ്മൾ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു. കാര്യം ഞങ്ങളുടെ ട്രെയിൻ ഓൾറെഡി ലേറ്റായിരുന്നു. 11:50 ഒക്കെ ആയിരുന്നു ട്രെയിൻ വരേണ്ടത് രാത്രി. സോ നമ്മൾ ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ടായ ട്രിപ്പാണ്. സോ ഗോവ വിസിറ്റ് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഒരുപാട് നല്ല മെമ്മറീസും അതേപോലെ ഫ്രണ്ട്സായിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് കിട്ടിയ ഒരു അടിപൊളി ട്രിപ്പ് തന്നെയായിരുന്നു ഇത്. സോ കോൾവോ ബീച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടമായി, എസ്പെഷ്യലി അവിടുത്തെ ഷെല്ലും കാര്യങ്ങളും. So thank you for watching my video. Stay tuned. Bye.